നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PV അൻവർ വീട്ടിലെത്തി. രാത്രി 8:25ഓടെ പുറത്തിറങ്ങിയ അൻവറിന് വഴിയിലുടനീളം പ്രവർത്തകർ സ്വീകരണമൊരുക്കി. പൂമാലയും പൊന്നാടയും അണിയിച്ച് പ്രവർത്തകർ അൻവറിനെ വരവേറ്റു. പ്രവർത്തകർ നൽകിയ ഇളനീർ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന അൻവറിന് ചങ്കുവെട്ടിയിൽ വച്ചായിരുന്നു സ്വീകരണം. അതേസമയം നിലമ്പൂർ DFO ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ തനിക്ക് ജയിലിൽ MLA എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണന ലഭിച്ചില്ലെന്ന് PV അൻവർ MLA പറഞ്ഞു. ജയിലിലെ അനുഭവം മോശമായിരുന്നു. MLA എന്ന നിലയിൽ പരിഗണിക്കേണ്ട പരിഗണനകൾ എന്താണെന്ന് പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്ന് ജയിലിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് അൻവർ പറഞ്ഞു. MLA എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണന ലഭിച്ചില്ല. കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല എനിക്ക് തന്നത്. രാവിലെ ഒരു ചായയും ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു. ജയിലിൽ എല്ലാം മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. തടവുകാരുമായി സംസാരിച്ചു. മോശമല്ലാത്ത രീതിയിൽ ജയിൽ അധികാരികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അൻവർ പറഞ്ഞു. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഒരു കട്ടിൽ മാത്രമാണ് അധികമായി അനുവദിച്ചത്. ഒരു തലയിണ ചോദിച്ചിട്ട് തന്നിട്ടില്ല. വ്യക്തിപരമായി സംശയം തോന്നിയതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിച്ചില്ല. പലർക്കും വിഷം കൊടുത്തും കത്തിയെടുത്ത് കുത്തിയുമൊക്കെ കൊന്ന് പരിചയമുള്ളവരാണല്ലോ. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. എന്നാൽ സ്വാഭാവികമായി എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്, അൻവർ പറഞ്ഞു. DFO ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ തനിക്ക് ധാർമ്മിക പിന്തുണ നൽകിയ UDF നേതാക്കൾക്ക് നന്ദി പറഞ്ഞ് PV അൻവർ രംഗത്തെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാനാധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞാണ് അദ്ദേഹം നന്ദി അറിയിച്ചത്. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ UDFനൊപ്പം കൈകോർത്ത് മുന്നോട്ടു പോകുമെന്നും PV അൻവർ പറഞ്ഞു. അൻവറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹവും മുഴുവൻ മനുഷ്യരും UDF നേതാക്കളായ പാണക്കാട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും, കോൺഗ്രസ് നേതാക്കളായ K സുധാകരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവർ ധാർമ്മിക പിന്തുണ നൽകിയെന്നതാണ് വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായത്. അതേസമയം ബിഷപ്പ് CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ പലരും വിഷയാധിഷ്ഠിതമായി പിന്തുണച്ചു. ഞാൻ 100 ദിവസം ജയിലിൽ കിടക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് വന്നത്. ജുഡീഷ്യറിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് കണക്കാക്കിയിരുന്നത്. അത് ലഭിച്ചു. ജയിലിന് പുറത്ത് അൻവർ പറഞ്ഞു. എന്തായാലും വഴിനീളെ പ്രവർത്തകർ അൻവറിന് സ്വീകരണമൊരുക്കി തന്നെയാണ് അൻവറിന്റെ വരവിനെ ആഘോഷിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അൻവർ ജയിലിലേക്ക് പോയത്. താൻ തിരികെ എത്തിയാൽ കാണിച്ചു തരാം എന്ന് തന്നെയാണ് അൻവർ വെല്ലുവിളി നടത്തിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അൻവറിനെ ജയിലിലേക്ക് എത്തിച്ചത്. പിന്നീട് രാവിലെ തന്നെ അൻവർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ അദ്ദേഹം വീട്ടിലെത്തി.